അസ്സലാമു അലൈക്കും. വയനാട് ജില്ലയിൽ ചൂരൽമല, മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ആവർത്തിച്ചുള്ള ഉരുൾപൊട്ടലുണ്ടായ കാര്യത്തിൽ നാം എല്ലാം വിവരം അറിഞ്ഞിട്ടുണ്ടല്ലോ. കേരളത്തിലെ മലയാളികൾ മുഴുവൻ ഞെട്ടലിലാണ്. ഒരു പ്രദേശം കംപ്ലീറ്റ് ഒലിച്ചുപോയി. കുന്നുകളും പാറകളും ഇടിച്ച് നിരപ്പാക്കി. പാറകൾ വെട്ടിയെടുക്കുകയും കുന്നുകൾ ഇടിച്ച് നിരപ്പാക്കുകയും അങ്ങനെ ഭൂമിക്ക് അല്ലാഹു തആല ഭൂമി ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഉറപ്പ് നിർത്താൻ വേണ്ടി സ്ഥാപിച്ച അതിനെയെല്ലാം പ്രകൃതിപരമായി വെട്ടിമാറ്റുകയും അതേസമയം ദുരന്തങ്ങളും ആവർത്തിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ പല ഭാഗങ്ങളിലുള്ള ദുരന്തം ഇവിടെ വയനാട് മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ ആവർത്തിച്ചിരിക്കുകയാണ്. രാത്രി 1 മണിക്ക് 2 മണിയുടെ ഇടയിൽ കിടന്നിറങ്ങിയ ജനങ്ങൾ നേരം വെളുത്ത് അവരെ കാണുന്നില്ല. പല കുടുംബങ്ങളും നഷ്ടപ്പെട്ടു പോയി. മക്കള്, ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങള്, ചേട്ടൻ, അനുജൻ, അതുപോലെ തന്നെ സഹോദരി, സഹോദരൻ എല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിക്കുന്നവർ ധാരാളമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി. 100കണക്കിന് ആളുകൾ മരണപ്പെട്ടു. പലരുടെയും ശവശരീരം ഇനിയും കിട്ടിയിട്ടില്ല എന്നതാണ് അവസാനം നമ്മൾ അറിയുന്ന വാർത്ത. പരിശുദ്ധ ഖുർആനില് അല്ലാഹു തആല പറയുന്നത്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദൻ. ഒരാളും നാളെ എന്താണ് നടക്കുന്നത് എന്ന് അറിയുന്നില്ല. വമാ തദ്രീ നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്തു. ഒരാളും ഏത് ഭൂമിയിൽ വെച്ച് മരണപ്പെട്ടു പോകുമെന്ന് ആർക്കും അറിയുകയില്ല. മനുഷ്യൻ വളരെ നിസ്സാരനാണ്, ഒരു കഴിവില്ലാത്തവനാണ്. വെള്ളമോ അതുപോലെ തന്നെ ഭൂമി കുലുക്കങ്ങളോ കൊടുങ്കാറ്റോ അതുപോലെ തന്നെ പെരും മഴയോ പിന്നെ അതുപോലെ ഭയങ്കരമായ അഗ്നിബാധയോ എല്ലാം ഉണ്ടാകുമ്പോൾ മനുഷ്യജീവനാണ് അവിടെ പൊലിഞ്ഞു വീഴുന്നത്. ബാക്കിയുള്ള ആളുകൾ അവരെ ഭവനം നഷ്ടപ്പെട്ടതിന് ശേഷം അഭയാർത്ഥി ക്യാമ്പുകളിൽ തൽക്കാലം ജീവിക്കുന്നു. ഇനി അവർ ഭവനരഹിതരായി തീർന്നിരിക്കുകയാണ്. ഉറ്റവരും ഉടയവരുമില്ല. അവർക്ക് മടങ്ങാൻ പറ്റുന്ന വീടില്ല. നമ്മൾ സഹായിക്കണം, നമ്മൾ സഹകരിക്കണം, വീട് നിർമ്മിച്ചു കൊടുക്കണം, അവർക്ക് ഭവനം ഉണ്ടാക്കി കൊടുക്കണം. ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ നാം സംരക്ഷിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിൽ പഠനോപകരണങ്ങളും മറ്റെല്ലാം നാം ഉണ്ടാക്കി കൊടുക്കണം. അത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബാധ്യതയാണ്, ഗവൺമെന്റിന്റെ ബാധ്യതയാണ്, നാട്ടിലുള്ള പഞ്ചായത്തുകളുടെ ബാധ്യതയാണ്, അതുപോലെ തന്നെ നാട്ടിലുള്ള മറ്റു മനുഷ്യരുടെ ബാധ്യതയാണ്. ഈ ബാധ്യത മുഴുവൻ നിറവേറ്റി അവിടെ ഭവനരഹിതരായ വയനാട്ടിലെ നിവാസികൾക്ക് ഭാവിയിൽ അവർക്ക് ജീവിക്കുവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹുവിലേക്ക് ഒരു ചാൺ മടങ്ങിയാൽ അള്ളാഹു തആല നമ്മളിലേക്ക് ഒരു മുഴം അടുക്കും എന്ന വിശ്വാസത്തിൽ നാം അള്ളാഹുവിലേക്ക് മടങ്ങുക. റബ്ബ് മാത്രമേ ഉള്ളൂ നമ്മളെ സഹായിക്കാൻ. പ്രകൃതിയിൽ ദുരന്തങ്ങൾ വരുത്തിവെച്ച പാറകൾ കൊത്തിയെടുത്ത് പാറമടകൾ സൃഷ്ടിച്ച വലിയ കുന്നുകളും മലകളും ഇടിച്ചു നിരത്തി അവിടെ വലിയ ലോറികളിൽ മണ്ണ് കൊണ്ടുപോയി അവിടെ നിരപ്പാക്കിയ അങ്ങനെ ഭൂമിയുടെ ആ സന്തുലിതാവസ്ഥയ്ക്ക് ഹാനി സംഭവിച്ചിരിക്കുന്ന ഈ സാഹചര്യം ഒരു സ്ഥലമല്ല, കേരളത്തിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഇത് ആവർത്തിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ നാം വിസ്മരിച്ചുകൂടാ. ഗവൺമെന്റുകൾ ഈ കാര്യത്തിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.